ആരാന്നറിയില്ലേ? അറിയില്ലടാ. വിക്രമാദിത്യൻ, ടോപ്പ് മോസ്റ്റ് ബിസിനസ്മാൻ, ഫോർച്യൂൺ. മതി പുറകെ പോയില്ലേ? അതാരാ? അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാ. ഓ, ഇതിനൊക്കെ എവിടെ നിന്ന് കിട്ടിയാന്തോ? റോഡിലൊന്നും നമുക്ക് കാണാനേ പറ്റുന്നില്ല. അതെനിക്കുള്ളതാ. ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞത്. അതെനിക്കാ. പിന്നെ ഹരീഷ് സർ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. ഈ ജോലി എന്തുകൊണ്ടാ ചൂസ് ചെയ്യുന്നത്? എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാ. എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന സ്വഭാവം എൻ്റെ രക്തത്തിൽ. എൻ്റെ വീട്ടിൽ സ്വന്തം മദറിൻ്റെ ഫോട്ടോ ഇല്ല, മദർ തെരേസയുടെ ഫോട്ടോയാ ഉള്ളത്. എനിക്ക് ചുറ്റും നല്ല പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടെന്നാണ് എല്ലാ ആൾക്കാരും പറയുന്നത്. ഈ ജോലി എന്തിനാ ചൂസ് ചെയ്തത്? 90 വയസ്സുള്ളൊരു വല്യച്ഛനെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം മരിച്ചുപോയി. മരിച്ചപ്പോ ഐ മിസ് എന്നാ പറഞ്ഞത്. നിന്റെ കൂടെ ജീവിക്കുന്നവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാന്നാ പറഞ്ഞത്. പൊതുവേ ഞാൻ സോഫ്റ്റ് നേച്ചർ ആയിട്ടുള്ള ആളാ. അത് മാത്രമല്ല, ഞാൻ MBA പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനോടൊപ്പം എനിക്ക് നിങ്ങളുടെ ബിസിനസ് നോക്കാൻ പറ്റും. ഇറ്റ്സ് വെരി ഈസി ഫോർ മീ, യു നോ. നിങ്ങളുടെ ആംബിഷൻ എന്താ? പണം തന്നെ, ആത്മാഭിമാനം, സേവനം. ശ്രീധരൻ, നിക്കടാ. എത്ര നേരം എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യും? രാവിലെ പാരയായിട്ട് ഇറങ്ങിക്കോളൂ. ഈ ജോബ് എന്തിനാ ചൂസ് ചെയ്തത്? എനിക്ക് കണ്ടപ്പോൾ ഈ വീട് ഇഷ്ടമായി, അതുപോലെ നിന്നെ എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചേരാൻ തീരുമാനിച്ചത്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ജോലി ചെയ്തിട്ടുണ്ടോ? സോഷ്യൽ സർവീസാ? പലതുണ്ടല്ലോ. ഏതാ ഉദ്ദേശിക്കുന്നത്? ലേഡീസിനൊക്കെ വെള്ളം പിടിച്ചു കൊടുക്കുന്നത്, ജെൻസിനൊക്കെ ക്വാർട്ടർ വാങ്ങിച്ചു കൊടുക്കുന്നത്, അമ്പലത്തിൽ തേര് വലിക്കുന്നത്, പിന്നെ ഈ വയസ്സായ ആൾക്കാരില്ലേ അവർക്കൊക്കെ റേഷൻ വാങ്ങിച്ചു കൊടുക്കുന്നത്, പിന്നെ നമ്മളെ പോലെയുള്ള ലവേഴ്സ് ഉണ്ടല്ലോ അവരുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്, പിന്നെ അവർക്ക് പ്രസവമാകുമ്പോൾ ഓട്ടോറിക്ഷയിൽ ആശുപത്രി കൊണ്ടുപോകുന്നത്. ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. വക്കീലങ്ങൾ എന്നോട് സത്യസന്ധനായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നിന്റെ അംബീഷൻ എന്താ? എന്താണ് സാർ വലിയ ആംബിഷൻ? ഡെയിലി ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഇതാണ് നമ്മുടെ അംബിഷൻ. നിന്റെ ഫോൺ നമ്പർ എത്ര? നമ്പറല്ലേ ചോദിച്ചോളൂ, ഫോണല്ലല്ലോ. ഇങ്ങനെ പേടിപ്പിക്കുന്നു. ഇതാണ് എൻ്റെ നമ്പർ. രാത്രി 10 മണിക്ക് ശേഷം ഔട്ട് ഗോയിങ് ഫ്രീയാ. ഒരു മിസ് കോൾ എന്നാൽ മതി, ഞാൻ തിരിച്ചു വിളിച്ചോളാം. പറ്റേ? വെയിറ്റ് ചേട്ടാ. നിന്റെ പേരെന്താ? ശ്രീനു. അപ്പൊ ഇതുവരെ മറ്റുള്ളവരുടെ ദയവിലാണോ നീ ജീവിച്ചത്? അതെ സാർ, നിങ്ങളെപ്പോലെ തന്നെ. വിവരമില്ലേ നിനക്ക്? എന്ത് സംസാരിക്കാൻ? Do you have any sense? Idiot. You are appointed. എന്താ സാർ? നാളെ രാവിലെ നിനക്ക് ജോയിൻ ചെയ്യാം.